ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ അനിയന്മാരെയൊക്കെ കൂട്ടി നമ്മൾ ബത്തേൽ അസീസിയയിലുള്ള വലിയൊരു ഹറാജ് മാർക്കറ്റ് ഉണ്ട്. ഹറാജ് മാർക്കറ്റ് പറഞ്ഞാൽ ഈ സെക്കൻഡ് സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളും ഒക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു വലിയൊരു മാർക്കറ്റാണ് ബത്തേലുള്ള ഹറാജ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതൊരു ലോകമാണ്, കുറേ ഉണ്ട് കാണാനും കണ്ട് നടക്കാനും. ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. എല്ലാ ടൈപ്പിലുള്ള എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കാണാം കേട്ടോ. പെരുന്നാൾ ലീവുകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഓപ്പൺ ആവണുള്ളൂ. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ വന്നത്. എന്നാലും അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഫുള്ള് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും നടക്കാനും കൂടെ കഴിയൂല കേട്ടോ. അത്ര തിരക്കും ആയിക്കാരട്ടോ. ഇവിടെ എല്ലാ സംഭവങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇവിടെ റിയാദിലുള്ളവർ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം കേട്ടോ. അത്ര വലിയ സംഭവമാണിത്. കാരണം ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ പരന്ന് കിടക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, അത്രയും വലിയൊരു മാർക്കറ്റാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഇലക്ട്രോണിക് സൈക്കിൾസിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. ഇലക്ട്രോണിക് സൈക്കിളുകൾ, അല്ലാത്ത സൈക്കിള്, ഗേൾസിനുള്ളത്, ബോയ്സിനുള്ളത്, ചെറിയ മക്കൾക്കുള്ളത്, അങ്ങനെ എല്ലാവിധ ഐറ്റംസ് സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ അത് ചിലതിനൊക്കെ അതിലേറെയുണ്ട്. എന്നാലും നമുക്ക് അവർ ബാർഗെയിൻ ചെയ്താൽ അവർ അതിനനുസരിച്ച് തരുമൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോയ് സെക്ഷനാണ് ഇത് ഉള്ളത്. കുട്ടികളുടെ ചെറിയ കളിപ്പാട്ടങ്ങൾ മുതൽ വലിയ വലിയ സംഭവങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഒക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും എന്നാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. ശരിക്കെന്ന് പറഞ്ഞാൽ ഒന്ന് വെറുതെ വന്ന് കാണെങ്കിലും വേണം കേട്ടോ. ഇത് സാധനങ്ങൾ കുറേ മൂടിയിട്ടൊക്കെയാണ്. ഞാൻ പറഞ്ഞ കുറേ ഓപ്പൺ ആവാണ്ട് കുറേ പിന്നെ പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് തുറക്കണ ടൈമിലാണ് ഞങ്ങൾ പോയത്. അനിയന്മാരൊക്കെ വീട്ടിൽ വന്നിരുന്നു. പെരുന്നാൾ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. പെരുന്നാളിൻ്റെ വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് ഒരാൾ അസീസിയയിലാണ്, ഒരാൾ നസീമിലാണ്. പിന്നെ ബാവൻ്റെ അനിയനും വൈഫൊക്കെ വന്നിരുന്നു. അവരൊക്കെ വന്നിട്ട് പിന്നെ അവർ അപ്പം തന്നെ പോയി. അങ്ങനെ അപ്പോൾ ഇനി ഇവരെ തിരിച്ചു കൊണ്ടേക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. ഇതിവിടെ സൗദി ഗവൺമെൻറ്റിൻ്റെ തന്നെ, അതായത് മുനിസിപ്പാലിറ്റീൻ്റെ അണ്ടറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഒരു വൃത്തിയേടോ കാര്യങ്ങളോ ഒരു ചവറോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറ്റില്ല. അതൊക്കെ ഇവിടെ അലൗഡ് അല്ല കേട്ടോ. അങ്ങനെയൊന്നും സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നതും വൃത്തിയേടാക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഇതൊക്കെ ഷൂകളാണ് കേട്ടോ. ഷൂകൾ, ചപ്പൽസ് എല്ലാവർക്കും പറ്റിയതുണ്ട്. എല്ലാ മോഡലും ഉണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബാഗുകൾ, ചെരുപ്പുകൾ, ഗ്രോസറി സാധനങ്ങൾ, ക്രോക്കറി സാധനങ്ങൾ, ഫാൻസി, ഇലക്ട്രോണിക്സ്, ടോയ്സ്, അങ്ങനെ ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് വാങ്ങാൻ അങ്ങനെ കയറിയതൊന്നല്ല. അനിയന്മാരൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈവൻ ഡ്രസ്സ് പോലും ഇവിടെ സെക്കൻഡ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അത്ര നീറ്റ് ആൻഡ് ക്ലീനും ആയിക്കാരം. ഡ്രസ്സുകൾ സെക്കൻഡ് ക്വാളിറ്റി ഉള്ളത് ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ കൊടുന്ന് വെക്കുക. കാരണം പിന്നെ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല സാധനങ്ങൾ തന്നെ ഇവിടെ വെക്കുള്ളൂ കേട്ടോ. അല്ലാതെ അങ്ങനെ. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങൂല. ഇതൊക്കെ നല്ല നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടുന്ന് വാങ്ങാറില്ല, ഇതുവരെ വാങ്ങിയിട്ടുമില്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ അതുപോലെ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ 1-2 വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നല്ല സാധനങ്ങളുമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടവറുണ്ട്, വലിയൊരു ടവറുണ്ട്. ആ ടവറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. കാണുന്ന ടവറും അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കാനും കാണാനും ഒക്കെ നല്ല പല തരത്തിലുള്ള ആളുകളും വരും. പിന്നെ ഇവിടുന്ന് പേഴ്സും ബാഗൊക്കെ അതൊക്കെ സൂക്ഷിക്കണം. പോണതും ഇതാണതൊക്കെ എല്ലാം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
പിന്നെ മക്കളുടെ കാര്യം മക്കളെ ശ്രദ്ധിക്കണം. അവർക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളും അവർക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫസ്റ്റ് കാണുന്ന ഫാൻസിയാണ് കേട്ടത്. ഇവിടുത്തെ പിന്നെ ഫിലിമോള് വിടൂല. അങ്ങനെ ഫാൻസിൻ്റെ ഉള്ളിൽ കയറി 1-2 സാധനങ്ങൾ എടുത്തിട്ടോ. ഒക്കെ 1 റിയാൽ 2 റിയാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അതിൻ്റെ മുകൾക്കുള്ളതും ഉണ്ട് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടുള്ള നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. അന്ന് കുറച്ച് ഫിലിമൊക്കെ വേണ്ടിയ ഹെയർ ആക്സസറീസും കാര്യങ്ങളും ഫാൻസി ഐറ്റംസ് കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. ഇവിടെ വന്നാൽ പിന്നെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാമെന്നുള്ളതാണ് കേട്ടോ ഒരു കാര്യമുള്ളത്. കാര്യം എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ഒരേ ടൈപ്പിലുള്ള പലവിധം കടകളും ഉണ്ടായതുകൊണ്ട് തന്നെ ഷോപ്പുകളും ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് വാങ്ങാം, അങ്ങനെ പറ്റും. ഇതൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ ഫോണുകൾ, പണ്ടത്തെ വാച്ച്, ഫോണ്, പെട്ടികൾ, സംഭവം, TV, ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പണ്ടുള്ള നമ്മളെ ഗ്യാസറ്റൊക്കെ ഇട്ടുകൊണ്ട് ഓടിക്കുന്ന TV-കളും DVD പ്ലെയറുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റിയിട്ടോ. ഇതൊക്കെ നമുക്ക് കുറേ കാലങ്ങളായിട്ട് കാണാത്തൊരു കാഴ്ചകളായിരുന്നു. പിന്നെ മെഷീൻസ്, ജഗ്ഗുകൾ, കാര്യങ്ങൾ, പാത്രങ്ങൾ, ഡിന്നർ സെറ്റ്, അങ്ങനെ എല്ലാ സ്ഥലത്തും വേറൊരു ഫാൻസിയാണ്. ഇവിടെ ആദ്യത്തെ കണ്ടില്ലാറെ ഒന്നും പാടെ ഇവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നല്ലതുണ്ട്. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കാണാം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുമെങ്കിലും ചെയ്യണം കേട്ടോ. ഗൂഗിളിൽ ബത്ത ഹറാജ് മാർക്കറ്റ് അല്ലെങ്കിൽ അസീസിയ ഹറാജ് മാർക്കറ്റ് എന്ന് അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. പിന്നെ പറയാനുള്ളത്, നമ്മളിതിൻ്റെ ഉള്ളിൽ വന്ന് കയറുമ്പോൾ ഒരുപാട് 8, 9, 10 ഗേറ്റോളം ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ വന്ന് കയറിയ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചത് ഓർമ്മയിൽ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി തിരിച്ചിറങ്ങുന്നത് കയറുന്നത് ഒരു വഴിയിലും ഇറങ്ങുന്നത് വേറൊരു വഴിയിലും ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേപോലെ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നമ്പറുകളും അതിൻ്റെ കൗണ്ടറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക ഇതിൻ്റെ ഉള്ളിൽ കയറുന്നവർ. അങ്ങനെ ഫിലിമൊക്കെ 1-2 സാധനം വാങ്ങിയെന്നല്ലാതെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടോ, പുറത്തിറങ്ങി. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും കൂടെ നടന്നാൽ ടൈം പോണതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ടോ. അനിയനെ അവൻ്റെ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ കയ്യിൽ പിന്നെ റൂമിൽ നിന്ന് എടുത്ത ചായ ഒക്കെ ഉണ്ടായിരുന്നു, ഫ്ലാസ്കിൽ സ്നാക്സും ബിസ്ക്കറ്റും മിഠായിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നടന്നതല്ലേ, മക്കളൊക്കെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കുടിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് അവരെ റൂമിലാക്കി നമ്മൾ റൂമിലേക്ക് വന്നു കേട്ടോ. റോഡൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.